മലബാറിലെ സാധാരണക്കാരായ ഈ ന്യൂനപക്ഷ സമൂഹത്തിന്റെ അക്ഷര സാക്ഷരത എന്ന് പറയുന്നത് 4% മാത്രമായിരുന്നു. 100 പേർ ഒരുമിച്ചിരുന്നാൽ 4 പേർക്ക് മാത്രം മലയാള അക്ഷരങ്ങൾ കൂട്ടിവായിക്കാൻ കഴിയുന്ന ഒരു ജനതയുടെ പിൻതലമുറ അവരുടെ പേരക്കുട്ടികളെ വിളിച്ചിട്ട് KM സിരി സാഹിബ് ഒരു കൊടികെടുത്തിട്ട് പറഞ്ഞു, നിന്റെ മുദ്രാവാക്യം അത് പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക എന്നതാണ് എന്ന് പറഞ്ഞെടുത്ത് ആരംഭിച്ച ഒരു ജൈത്രയാത്ര. ആ യാത്ര ഇന്ന് ആകാശത്തൊരു പുതിയ നക്ഷത്രമുണ്ടെന്ന് വിളിച്ചു പറയാൻ പള്ളിയിലെ ഉസ്താദിന്റെ മകൾക്ക് ആകാശത്തിന് കീഴെ ഫ്ലൈറ്റ് ഓടിച്ചുകൊണ്ട് മണിക്കൂറുകളും ഫ്ലൈറ്റ് ഓടിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ അത്ഭുതം തീർത്തിരിക്കുന്നു എന്ന് പറയുന്ന വൈജ്ഞാനിക വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വിപ്ലവകരമായ ഒരു റോൾ മോഡലിലേക്ക് ഈ ജില്ലയെയും ഈ നാടിനെയും മാറ്റിക്കൊണ്ടുവരാൻ കഴിഞ്ഞത് MSFന്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയത്തിന്റെയും സംഭാവനയാണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധ്യമാകണം. ഞാൻ വളരെ ഓടിച്ച് 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം, കേരളം 1 മുതൽ 10 വരെ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഒരു സ്റ്റേറ്റിന്റെ പേരാണ് കേരളം എന്ന് പറയുന്നത്. ആ 1 മുതൽ 10 വരെ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ അടിവരെ കുറിച്ച് വെച്ചുകൊള്ളുക, അങ്ങനെ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ രാഷ്ട്രീയ നേതാവ്, ആ നേതാവ് പിടിച്ച കൊടി MSFന്റെ കൊടിയായിരുന്നു. ആ നേതാവിന്റെ രാഷ്ട്രീയം MSFന്റെ രാഷ്ട്രീയമായിരുന്നു. അന്ന് കൊടി പിടിച്ച കാലത്ത് അഭിമന്യനായ അഡ്വക്കേറ്റ് KM സിരി സാഹിബ് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിന്റെ മുദ്രാവാക്യം പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക എന്നതാണ്. അത് മാത്രമല്ല, നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് 42-ലെ ഹിമായത്ത് ഇസ്ലാം മദ്രസയിലെ ആദ്യത്തെ യോഗത്തിൽ മിനിറ്റ്സിൽ 1ാമത്തെ തീരുമാനമായി അവർ എഴുതി വെച്ചു, പണം കൊടുത്ത് വിദ്യാഭ്യസിക്കേണ്ട ഒരു കാലത്ത് 1ാം ക്ലാസ്സിലേക്ക് വിദ്യാർത്ഥികൾ പോവാനില്ലാത്ത ഒരു കാലത്ത് ഈ കുട്ടികളെ 1ാം ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കാൻ സ്കോളർഷിപ്പ് കൊടുക്കേണ്ടത് നിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് എന്ന് മിനിറ്റ്സിലെ 1ാമത്തെ അജണ്ടയായി എഴുതി വെച്ചെങ്കിൽ, അങ്ങനെ ആ അജണ്ടയെ സ്വീകരിച്ച ഒരാൾ ആ കൊടി പിടിച്ച് വളർന്ന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തി വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോ ഈ കേരളത്തിലെ 1 മുതൽ 10 വരെ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ആ രാഷ്ട്രീയ നേതാവിന്റെ പേര് CH മുഹമ്മദ് കോയ എന്ന എന്റെയും നിങ്ങളുടെയും നേതാവാണ് എന്ന് അഭിമാനത്തോടു കൂടി ഓർക്കാൻ നിങ്ങൾ കഴിയണം. MSFന്റെ കൊടി പിടിച്ച് വളർന്ന CH 1 മുതൽ 10 വരെ സൗജന്യമാക്കി. +1 +2 നമുക്കറിയാം, 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നു. വലിയ ചർച്ചകൾ കേരളത്തിൽ നടക്കുകയാണ്. ആ ഘട്ടത്തിലാണ് കഴിഞ്ഞ തവണ നമ്മൾ വലിയ സമരത്തിലേക്ക് പോയി. പ്രിയപ്പെട്ട ഫർഹാനും സെല്ലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് തിരുവനന്തപുരത്ത് അട്ടക്കുളം ജയിലിനകത്ത് 8 ദിവസം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. എന്തിനാണ് ഞങ്ങൾ ജയിലിൽ പോയത് എന്ന് ഞങ്ങളെ ജാമ്യാപേക്ഷയുമായി പ്രിയപ്പെട്ട അഷർ ഉൾപ്പെടെയുള്ള ആളുകൾ ജാമ്യാപേക്ഷയുമായി തിരുവനന്തപുരം കോടതിയിൽ പോകുമ്പോൾ കോടതി ചോദിക്കുന്നുണ്ട്, ഇവർ ചെയ്ത തെറ്റെന്താണ്? കോടതിയോട് പറഞ്ഞു, ഞങ്ങൾ +1 സീറ്റില്ലാത്തതിന്റെ പേരിൽ സമരം ചെയ്തതാണ്. അപ്പോ കോടതി തിരിച്ചു ചോദിക്കുന്നുണ്ട്, +1 സീറ്റില്ലാത്തതിന്റെ പേരിൽ സമരം ചെയ്യാൻ അവർക്ക് പഠിക്കാൻ സൗകര്യമില്ലേ? ഞങ്ങൾ പറഞ്ഞു, ഫുൾ A+ കിട്ടിയവർക്ക് പോലും അതിന് സൗകര്യമില്ല. ബഹുമാനപ്പെട്ട കോടതി അവിടുന്ന് പറഞ്ഞൊരു പരാമർശമുണ്ട്. കോടതി അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. എന്താ കാര്യം എന്നറിയോ? ഈ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? കോടതി പറഞ്ഞത് ആ കുട്ടിയുടെ അച്ഛന്റെ ഉത്തരവാദിത്തമാണ് എന്നല്ല, അമ്മയുടെ ഉത്തരവാദിത്തമാണ് എന്നല്ല.